ഹായ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ നടക്കുവാണല്ലോ. ഈ സമയത്ത് പറയാൻ പാടുണ്ടോന്ന് അറിയത്തില്ല. ഞാൻ പലപ്പോഴും എൻ്റെ വീട് കാസർഗോഡാണ് പറയുമ്പോൾ എൻ്റെ കുറെ പേര് വിളിക്കും, "ഓ, അവിടെ സിറ്റി ഒന്നും ഇല്ലേ, ഗ്രാമമാണല്ലോ" എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ എന്നൊരു പുറത്ത് ഓപ്ഷൻ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. അപ്പം ഗ്യാസ് തീർന്ന സമയത്ത് ആണ് നമുക്ക് അതിൻ്റെ ഉപകാരം മനസ്സിലായത്. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ വാർത്തയിലൊക്കെ ഗ്യാസ് തീർന്ന കണ്ടിട്ട് ഞാൻ ഭയങ്കര വിഷമത്തിലു ഗ്യാസൊക്കെ തീർന്ന് എന്ത് ചെയ്യും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്നെ ചെയ്തു. ആ വിഷമത്തിൽ ഞാൻ എൻ്റെ പോരാളിനെ വിളിച്ചു. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, "അമ്മേ, ഗ്യാസൊക്കെ തീർന്നല്ലോ, ഒരു കുറ്റിയും കൂടെ എടുത്ത് വെക്ക്. ഒരംശം വന്നാൽ എന്നാ ചെയ്യും, സിറ്റുവേഷൻ എന്നാ ചെയ്യും." ഞാനത് പറയുന്നത് കേട്ടിട്ട് എൻ്റെ അമ്മ എന്നെ ഒരു പുച്ഛത്തോടെ ഒരു നോട്ടം. എന്നിട്ട് നേരെ അടുക്കളയിലോട്ട് പോയിട്ട് അമ്മ എന്നോട് പറയും, "നീ എപ്പോഴാണ് ഇവിടെ മൊത്തം ഫുഡ് ഐറ്റംസ് ഒക്കെ ഗ്യാസിൽ കുക്ക് ചെയ്യുന്ന കണ്ടിട്ടുള്ളത്?" അപ്പം ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ, എൻ്റെ വീട്ടിൽ ആകെ ഗ്യാസ് ഉപയോഗിക്കുന്നത് രാവിലെയും വൈകുന്നേരവും ചായ വെക്കാനോ എന്തെങ്കിലും തോരൻ കറി വെക്കാന്, വെള്ളമൊക്കെ ചൂടാക്കുന്ന അടുപ്പത്താ. അല്ലാതെ ചില സമയത്ത് വെള്ളമൊക്കെ ചൂടാക്കാൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ എൻ്റെയൊക്കെ വീട്ടിൽ ഗ്യാസ് ഉപയോഗിക്കാറുള്ളൂ. അല്ലാത്തപ്പോൾ ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അടുപ്പയിലാണ് വെക്കുന്നത്. ചോറ്, ഈ ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് കൂടുതലും അടുപ്പിലാണ് വെച്ചുണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു വിറകുപുര എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. വിറക് ശേഖരിച്ച് വെക്കും. വേനൽക്കാലം ആകുമ്പം വിറക് ശേഖരിച്ച് വെക്കുന്നൊരു പരിപാടിയുണ്ട്. ഞാനും അത് ചിന്തിച്ചു. അപ്പം നമ്മൾ ഈ കാട്ടുവാസികൾ എന്ന് പറഞ്ഞ് കളിയാക്കിയവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എങ്ങനെ ഇരിക്കണേ? അല്ലേ?